ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇനി നമുക്ക് അടിപൊളി ഒരു ബീട്രൂട്ട് പച്ചടി വെക്കാമേ. ഓണപ്പായസമൊക്കെ ഞാൻ നേരത്തെയുള്ള വീഡിയോകളിൽ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ബീട്രൂട്ട് പച്ചടിയാണ് ഞാൻ കാണിക്കുന്നത് ഓണത്തിന് കേട്ടോ. അപ്പൊ എല്ലാവരും ഓണം ആഘോഷിക്കുന്നതിന്റെ തിരക്കാണല്ലേ. അപ്പൊ ബീട്രൂട്ട് പച്ചടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പൊ അതിനായിട്ട് ഞാനൊരു ചെറിയ ബീട്രൂട്ട് ചെറിയതായിട്ട് കൊത്തിയരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതിന് വേണ്ട ബാക്കി കാര്യങ്ങൾ, ഇനി പച്ചമുളക് കീറിയിടണം. 2-3 പച്ചമുളക് കീറി അതിലേക്ക് ഇടുക. അതിനുശേഷം അത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് വേവാൻ വെക്കുക. അടുപ്പിൽ വേകാൻ വെക്കുക. അതോടൊപ്പം കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കണേ. അപ്പൊ അതൊന്ന് പകുതി വേവായിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് ഇളക്കി ഒന്നും കൂടെ ഒന്ന് വെള്ളം വറ്റിച്ചെടുക്കാം. ഇനി നമുക്കൊന്ന് മൂടി വെക്കാം, വേവട്ടെ. അപ്പോഴേക്കും നമുക്ക് അതിന് വേണ്ടുന്ന തേങ്ങ അരയ്ക്കാനുള്ള നോക്കാം. അതിനായിട്ട് ഞാൻ 1 മുറി തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ജീരകവും കുറച്ച് കടുകും ഒരു 2-3 അല്ലി വെളുത്തുള്ളി അരിഞ്ഞതും കൂടെ ഇട്ട് നമുക്കതൊന്ന് മിക്സിയിൽ അരച്ചെടുക്കാം. ഇനി നമുക്ക് 1 കപ്പ് കട്ട തൈര് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. അപ്പൊ ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് ഞാനൊന്ന് ഉടച്ചു വെക്കുന്നുണ്ട്. ഞാൻ ആ കട്ട തൈര് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബീട്രൂട്ട് വെന്തിട്ടുണ്ടോന്ന് നോക്കാം. അപ്പൊ ബീട്രൂട്ട് നന്നായിട്ട് വെന്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അരച്ച അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കാമേ. അരപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ആ മിക്സി കഴുകിയിട്ടുള്ള കുറച്ച് വെള്ളം കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കണേ. മിക്സി കഴുകി ആ വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കണേ. ഒരുപാട് നീണ്ടു പോവേണ്ട, കുറുകിയിരിക്കാം. അപ്പൊ നമുക്ക് അത് ഒരുവിധം ഒന്ന് തിളയ്ക്കുന്ന പരുവത്തിലാകുമ്പോഴേക്കും നമ്മുടെ ആ തൈരും കൂടെ ഒന്ന് ചേർത്ത് ഇളക്കി എടുക്കണം. നമ്മൾ ഉടച്ചു വെച്ചിരിക്കുന്ന തൈരും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇനി നമ്മളിതൊന്ന് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ആ തൈര് ഉടച്ചു വെച്ചിരിക്കുന്ന തൈരൂടെ ചേർത്ത് ഇളക്കണം. അപ്പൊ തൈരില് പാത്രം കഴുകിയിട്ട് ശകലം വെള്ളം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പൊ നമുക്ക് അത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോഴേക്കും തീ നിർത്തിയേക്ക് കേട്ടോ, അല്ലെങ്കിൽ തൈര് പിരിഞ്ഞു പോവാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കഴിയുമ്പോൾ നമ്മുടെ ബീട്രൂട്ട് പച്ചടി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കടുക് വറുത്തൊഴിച്ചു കൊടുക്കാം. അപ്പൊ കുറച്ച് എണ്ണ ഒഴിക്കുക. കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് ഉള്ളിയും കറിവേപ്പിലയും നമ്മുടെ ഉണക്കമുളകും എല്ലാം കൂടെ ഒന്ന് വറുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പൊ അതിലേക്ക് നമ്മൾ അതൊക്കെ ഒന്ന് വറുത്തെടുക്കാം. ഇപ്പൊ നമ്മുടെ കടുക് വറ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് പാത്രത്തിലേക്ക് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. കറിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇളക്കി ചൂടോടെ ഉപയോഗിക്കാം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റിയാണ്. നമുക്ക് ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ്, ഓണ വിഭവമാണ് കേട്ടോ നമ്മുടെ ബീട്രൂട്ട് പച്ചടി. നമുക്ക് ഓണസദ്യക്ക് പച്ചടിയൊക്കെ വളരെ അത്യാവശ്യമാണ്. കുറച്ചും കൂടി കുറുകി ഇരിക്കേണ്ടവർക്ക് കുറുകി ഇരിക്കാം. ഇത് കുറെ കഴിയുമ്പോൾ കുറുകും, അതാണ് ഞാൻ കുറച്ച് വെള്ളം കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബീട്രൂട്ട് പച്ചടി. അടിപൊളി ടേസ്റ്റ് ആണ്, നമ്മുടെ സദ്യക്ക് വളരെ അത്യാവശ്യമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ബീട്രൂട്ട് പച്ചടിയൊക്കെ ഉണ്ടാക്കി ഓണസദ്യ കഴിക്കാം. ഓക്കെ, അപ്പൊ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ ഇനി മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.